പ്രവാസി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീക്കെൻഡ് ആണ്, വീക്കെൻഡ് സ്പെഷ്യൽ സിമ്പിൾ ആയിട്ടൊരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എബിച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ആവുകൊണ്ട് വീക്കെൻഡ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഉപ്പ്, പിന്നെ തൈര്, ഇതെല്ലാം കൂടിയാണ് നമ്മളിതിന് മിക്സ് ചെയ്തേക്കുന്നത്. 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ബിരിയാണിക്ക് ആവശ്യമായ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ വെച്ച് 2 എണ്ണം, 5 ഗ്രീൻ ചില്ലി ജസ്റ്റ് നടുഭാഗം വെച്ച് വരഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആവശ്യത്തിന് ഓയിലും, ചെറിയ തൈര്, മല്ലിയില ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ട് നമ്മളെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളി വറക്കാനുള്ള എണ്ണ ആവശ്യത്തിന് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് കോരാനുള്ള ഉള്ളി ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ഉള്ളി ഫ്രൈ ആയി നമുക്ക് കിട്ടും. നമ്മുടെ ഉള്ളി ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ആഡ് ചെയ്തിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉള്ളി വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. നമുക്ക് ചിക്കൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ മറിച്ചിടുന്നത്. ചിക്കൻ വറുത്ത എണ്ണയില്ലേ, ആ എണ്ണയാണ് നമ്മൾ ഇത് ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ എണ്ണ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എണ്ണയെ തന്നെയാണ് നമ്മൾ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഈ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ രീതിയിൽ നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ടു വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നൈസായിട്ട് നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇതേ ഇൻഗ്രീഡിയൻസ് ഇതേപോലെ തന്നെ ഇതേ അളവിലെടുത്ത് എല്ലാവരും ഒന്ന്
വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ബിരിയാണിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ചച്ചോയ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ തക്കാളിയാണ്. നമുക്ക് നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ വളരെ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. നമുക്ക് ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടുന്ന, നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടുന്ന മസാല ആദ്യം തന്നെ കുറച്ച് ബേ ലീവ്സ് നമുക്ക് എടുക്കാം. ഇതേപോലെ ചെറുതായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഇത് മൂന്നും കൂടി ചേർത്ത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയാണ് ബിരിയാണിക്ക് വേണ്ടി. അപ്പോൾ ഈ മസാലയും കൂടി എടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ബിരിയാണി മസാല കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിവിടെ മേടിക്കാൻ കിട്ടും സ്റ്റോറിൽ. അപ്പോൾ ഈ മസാലയാണ് നമ്മളിവിടെ എടുക്കുന്നത് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല നമ്മളൊരു 1 കിലോ ചിക്കന് വേണ്ടി നമ്മൾ 2 സ്പൂൺ ബിരിയാണി മസാലയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി എടുക്കാം. നമ്മുടെ ബിരിയാണിക്കൊരു കളറ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി എടുക്കാം ഈ മസാലേൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഇത്രയും മസാലകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്, ബേ ലീവ്സ്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബിരിയാണി മസാല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും മസാലകൾ തന്നെ അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല, ബിരിയാണിക്ക് വേണ്ടുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയിൽ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് ഉപ്പും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ടുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. നമ്മുടെ മസാല നല്ല ഉപ്പും മസാലയും എല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 2 സ്പൂൺ തൈര് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ നമുക്ക്
കുറച്ച് ചൂടുവെള്ളം, ഒരു 3 കപ്പ് ചൂടുവെള്ളം ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഒന്ന് വേകാൻ പാകത്തിന് നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മളിവിടെ ഒരു 90% ചിക്കനാണ്, 90% ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നു. 10% നമ്മളിത് ദമ്മിലിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറൊരു അടുപ്പിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് നമ്മളെ 5 ഗ്ലാസ് അരി നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ദമ്മിനുള്ള പരിപാടി നോക്കാം. അതിന് തന്നെ നമുക്ക് കുറച്ചൊരു നെയ്യ് നമുക്ക് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം, അടി പിടിക്കാതിരിക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മുഴുവനായിട്ടല്ല ആഡ് ചെയ്യുന്നത്, നമുക്ക് പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പിസ്തയും നമ്മുടെ മുന്തിരിയും ഇതിൻ്റെ മുകളിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ലെയർ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി, ഏകദേശം പകുതി റൈസും കൂടി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ദം ബിരിയാണി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാസ്തയും മുന്തിരിയും ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച്, അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ. അപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.